താനൊരു ക്രൈസ്തവനല്ലേ, തൻ്റെ വിസിറ്റിംഗ് കാർഡിൽ ഈ പേര് വെച്ചാൽ തനിക്ക് ജോലി മേഖലയിൽ യാതൊരു ഉയർച്ചയും ഉണ്ടാവില്ല കേട്ടോ. അധികാരിയുടെ ഈ ഉപദേശത്തിന് വഴങ്ങാതെ ചങ്കുറപ്പോടെ താൻ വിശ്വസിക്കുന്ന, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളായി താൻ അറിയപ്പെട്ടാൽ മതിയെന്ന ഉറച്ച തീരുമാനമെടുത്ത വ്യക്തിയാണ് 55-കാരനായ മൻസൂർ ആൻ്റണി ഗിൽ. ക്രൈസ്തവർ വിശ്വാസത്തെ പ്രതി ഭയന്ന് ജീവിക്കുന്ന രാജ്യമായ പാകിസ്ഥാനിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇൻഷുറൻസ് കമ്പനിയിലെ ഏജൻ്റായി ജോലി ചെയ്യുകയാണ് അദ്ദേഹം. മാതാവും ഭാര്യയും ഒരു മകനും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം. 2010 പിതാവിൻ്റെ മരണശേഷം ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും, എന്തിനേറെ നല്ലൊരു ജോലി പോലും ഇല്ലാതിരുന്ന സമയത്തും യേശുവിനെ പഴി പറയാതെ അവനിൽ ഉറച്ചു വിശ്വസിച്ചതിൻ്റെ ഫലമായാണ് ഇന്ന് കാണുന്ന സാഹചര്യത്തിലേക്ക് താൻ എത്തിയതെന്ന ഉത്തമ ബോധ്യം ആൻ്റണിക്കുണ്ട്. പ്രഭാത ഭക്ഷണത്തിന് ശേഷം കുടുംബത്തോടൊപ്പം ആ ദിനം അനുഗ്രഹപ്രദമാകാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഗില്ലിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. പാകിസ്ഥാനിലൊരാളെ ഇൻഷുറൻസ് പോളിസി ചേർക്കാനോ അതേക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താനും വളരെയേറെ പ്രയാസമാണ്. കാരണം അടുത്ത ബന്ധുവിൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് രാജ്യത്ത് വിലക്കുണ്ടെന്ന് ആൻ്റണി പറയുന്നു. എന്നിരുന്നാൽ കൂടിയും ദൈവം ആൻ്റണിയുടെ കുടുംബത്തെ ഏറ്റവും മനോഹരമായി ക്രമീകരിക്കുന്നുണ്ട്. തീവ്ര ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനിൽ ഒരു ശരാശരി ക്രൈസ്തവൻ നേരിട്ട അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി മൻസൂർ ആൻ്റണിയും അനുഭവിച്ചിട്ടുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് മതനിന്ദ ആരോപിച്ച് ഒരു കൂട്ടം ആളുകൾ ജീവൻ അപഹരിക്കാനെത്തിയപ്പോൾ സ്വഭവനം വിട്ട് പലായനം ചെയ്യേണ്ട സാഹചര്യത്തെക്കുറിച്ചും ആൻ്റണി വെളിപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രാർത്ഥനയിലൂടെ പരിഹരിക്കാമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആൻ്റണി തൻ്റെ മുമ്പോട്ടുള്ള ജീവിതവും അപ്രകാരം കൊണ്ടുപോവുകയാണ്.